2K കിഡ്സിൻ്റെ ജീവിതത്തെക്കുറിച്ച് ഒന്നും അറിയില്ല എന്നുള്ള ധാരണയെ തിരുത്തിക്കുറിച്ചുകൊണ്ട് അഭിഷാൻ ജീവന്ത് എന്ന യുവ സംവിധായകൻ എഴുതി സംവിധാനം ചെയ്ത ആദ്യ തമിഴ് സിനിമയാണ് ടൂറിസ്റ്റ് ഫാമിലി. ഈ ചിത്രത്തിൽ എം ശശികുമാർ, സിമ്രാൻ, യോഗി ബാബു, MS ഭാസ്കർ തുടങ്ങിയവർ പ്രധാന വേഷങ്ങളിൽ അഭിനയിച്ചിരിക്കുന്നു. 2025 മെയ് മാസത്തിൽ റിലീസ് ചെയ്ത ഈ ചിത്രം ഹൃദയസ്പർശിയായ കഥപറച്ചിലൂടെ സാമൂഹ്യ പ്രസക്തമായ വിഷയങ്ങൾ കൈകാര്യം ചെയ്തിരിക്കുന്നു. ശ്രീലങ്കയിലെ കോവിഡാനന്തര സാമ്പത്തിക പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ദാസ് എന്ന് വിളിക്കപ്പെടുന്ന ധർമ്മദാസും അദ്ദേഹത്തിൻ്റെ ഭാര്യ വസന്തിയും അവർ 2 ആൺമക്കളും തായ്നാട്ടിൽ നിന്നും ഭാവിയെ കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടി തമിഴ്നാട്ടിലേക്ക് കടൽ മാർഗം അപകടകരമായ ഒരു യാത്ര നടത്തുകയും തമിഴ്നാട്ടിൽ ചെന്നൈയിൽ എത്തിച്ചേർന്ന് അവിടെ ഒരു കോളനിയിൽ രഹസ്യമായി താമസിക്കുകയും ചെയ്യുന്നു. അങ്ങനെ ആരുടെയും ശ്രദ്ധയിൽപ്പെടാതെ അവിടെ ജീവിക്കാൻ ശ്രമിക്കുമ്പോൾ രാമേശ്വരത്ത് ഒരു ബോംബ് സ്ഫോടനം ഉണ്ടാവുകയും അതുമായി ബന്ധപ്പെട്ട അന്വേഷണം അവരിലേക്ക് എത്തിച്ചേരുകയും ചെയ്യുന്നു. ഇതിനിടയിലുണ്ടാകുന്ന സംഭവ വികാസങ്ങളാണ് ഈ ചിത്രം സംസാരിക്കുന്നത്. ആദ്യ ഭാഗത്തിൽ കുറച്ച് യുക്തിപരമായ പ്രശ്നങ്ങളുണ്ട്. ശ്രീലങ്കയിൽ നിന്ന് എന്തിനാണ് ഇത്ര അപകടം നിറഞ്ഞ യാത്ര ഇവർ നടത്തിയത് എന്നതിനെക്കുറിച്ച് വ്യക്തമായ കാരണം പറയുന്നില്ല. പോലീസിൻ്റെ ഇടപെടലിലും ചില യുക്തിക്കുറവുകളുണ്ട്. എന്നാൽ 2ാം ഭാഗത്തിലേക്ക് എത്തുമ്പോൾ കഥയുടെ ഗതി തന്നെ മാറുന്നു. അപ്പോൾ സിനിമ ഒരു നല്ല ഫീൽ ഗുഡ് മൂവിയായി മാറുന്നു. ക്ലൈമാക്സിൽ സംവിധായകൻ പറയാൻ ആഗ്രഹിച്ച സന്ദേശം കൃത്യമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നുണ്ട്. ടൂറിസ്റ്റ് ഫാമിലി എന്ന പേര് തന്നെ ഒരു സന്ദേശമാണ്. ഈ ഭൂമിയിൽ നാം എല്ലാം സന്ദർശകരാണ്. ഇവിടെ വന്ന ഈ ലോകത്തെ കുറച്ചുകൂടി മനോഹരമാക്കി പോകേണ്ടവർ. നാം ചെയ്യുന്ന ഒരു നന്മയും വെറുതെ ആവില്ല. അത് നമ്മെയും ചുറ്റുമുള്ളവരെയും മാറ്റിമറിക്കും. ഒരു പുഞ്ചിരി, സുഖമാണോ എന്ന ചോദ്യം, ഭക്ഷണം കഴിച്ചോ എന്ന് ചോദിക്കൽ, ഇതെല്ലാം ചെറിയ കാര്യങ്ങളാണെങ്കിലും മറ്റുള്ളവരെ എത്രമാത്രം സ്പർശിക്കുന്നുവെന്ന് സിനിമ കാണിക്കുന്നുണ്ട്. കുടുംബ ബന്ധങ്ങളെ മനോഹരമാക്കാനുള്ള വഴികളും സിനിമ പറയുന്നുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിലും മാതാപിതാക്കളും മക്കളും തമ്മിലും ഉണ്ടാകേണ്ട ആഴമായ ബന്ധം എങ്ങനെയെന്ന് കാണിക്കുന്നു. കുടുംബത്തിൽ ദേഷ്യവും വഴക്കും സാധാരണമാണ്. എന്നാൽ അതിനെല്ലാം അപ്പുറം പരസ്പരം മനസ്സിലാക്കുന്ന സ്നേഹവും വിശ്വാസവും ഉണ്ടെങ്കിൽ കുടുംബ ബന്ധങ്ങൾ സുന്ദരമാകും. കുടുംബത്തിലെ പ്രശ്നങ്ങൾക്കുള്ള പ്രധാന പരിഹാരം തുറന്ന് സംസാരിക്കുക എന്നതാണ്. ഈ സംസാരം നഷ്ടമാകുമ്പോഴാണ് കുടുംബ ബന്ധങ്ങൾ തകരുന്നത്. കുടിയേറ്റം എന്ന വിഷയം ഈ ചിത്രത്തിൽ വരുന്നുണ്ടെങ്കിലും അതായിരുന്നില്ല ചിത്രം പറയാൻ ശ്രമിച്ച പ്രധാന വിഷയം. എങ്കിലും കുടിയേറ്റം നടത്തുന്നവരെ എപ്പോഴും സമൂഹം സംശയദൃഷ്ടിയോടുകൂടിയാണ് കാണുന്നത് എന്നും അതിലൊരു മാറ്റം അനിവാര്യമാണ് എന്ന കാര്യം കൃത്യമായിട്ട് ഈ ചിത്രം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഈ ഭൂമിയിൽ ആരും ഒറ്റയല്ല. മനുഷ്യൻ സാമൂഹ്യ ജീവിയാണ്. ഒറ്റയ്ക്ക് ആർക്കും മുന്നേറാൻ സാധിക്കുകയില്ല. പരസ്പരം കൈകോർത്ത് മാത്രമേ സമൂഹത്തിന് മുന്നേറാൻ സാധിക്കൂ. സാർവത്രിക സാഹോദര്യം അഥവാ യൂണിവേഴ്സൽ ബ്രദർഹുഡ് എന്ന മഹത്തായ സന്ദേശം ഈ ചിത്രം നമുക്ക് മുമ്പിൽ തുറന്നു കാട്ടുന്നുണ്ട്. ഈ ചിത്രത്തിൻ്റെ ഗാനങ്ങളുടെ വരികൾ വളരെ മനോഹരമാണ്. ജീവിതത്തെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് ആ വരികളിലൂടെ നാം കേൾക്കുന്നത്. 2025 ആദ്യ പകുതിയിൽ റിലീസായ ചലച്ചിത്രങ്ങളിൽ ഏറ്റവും മികച്ച ഫീൽ ഗുഡ് മൂവി ടൂറിസ്റ്റ് ഫാമിലി തന്നെയാണ്. ഈ ചിത്രം മുന്നോട്ട് വയ്ക്കുന്ന സന്ദേശം സമൂഹത്തെ കുറെ കൂടി പരിവർത്തനം ചെയ്യാൻ ഉതകുന്നതാണ്. ഒപ്പം ഈ കാലഘട്ടത്തിലെ യുവജനങ്ങളുടെ ഇടയിൽ ജീവിതത്തെക്കുറിച്ചും ലോകത്തെക്കുറിച്ചും വ്യക്തമായ ധാരണയുള്ളവർ ഉണ്ട് എന്ന് ഈ ചിത്രം നമ്മെ കാണിച്ചു തരുന്നു. ഈ ചിത്രം ഹോട്ട്സ്റ്റാറിൽ അവൈലബിൾ ആണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്തും ലൈക്ക് ചെയ്തും കമൻറ്റ് ചെയ്തും പ്രോത്സാഹിപ്പിക്കുക. മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടുന്നത് വരെ ഏവർക്കും ബൈ ബൈ. താങ്ക് യു.